കൂട്ടുകാരെ, നിങ്ങൾ ഈ BGMI കളിക്കുന്ന പലരും പല പല രീതിയിലുള്ള കണ്ടൻറ് ക്രിയേറ്റേഴ്സ് ആവണമെന്ന് സ്വപ്നം കാണാറുണ്ടല്ലേ. ആക്ച്വലി അങ്ങനത്തെ സ്വപ്നങ്ങൾ ഉണ്ടെങ്കിൽ തന്നെയും ആരും അധികം പരിശ്രമിക്കാറില്ല. അഥവാ ഇനി അവർ പരിശ്രമിച്ചാൽ തന്നെ അവർ സക്സസ് ആവുമോ, അവർക്ക് ഇതൊക്കെ ശരിയാവുമോ എന്നുള്ള ചിന്തയിലായിരിക്കും പലരും ഈ ഒരു കണ്ടൻറ് ക്രിയേഷനെ പറ്റിയും അല്ലെങ്കിൽ അവർക്കെന്നൊരു ഐഡൻറ്റിറ്റി ഉണ്ടാക്കുന്നതിനെ പറ്റിയും ചിന്തിക്കുന്നത്. എന്നാൽ പലരുടെയും കോമൺ ആയിട്ടുള്ള പ്രശ്നം എന്ന് പറയുന്നത് അവർക്ക് എവിടെ തുടങ്ങണമെന്നോ അല്ലെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്നോ ഒരു ഐഡിയയും കാണത്തില്ല. ഓക്കെ, ഫസ്റ്റ് ഓഫ് ആൾ നിങ്ങൾ എങ്ങനത്തെ കണ്ടൻറ് ക്രിയേറ്റർ ആവണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. അത് നിങ്ങൾ ആദ്യം സെലക്ട് ചെയ്യുക. ഇനി ഞാൻ എൻ്റെ പേഴ്സണലായിട്ടുള്ള കുറച്ച് എക്സ്പീരിയൻസ് പറയാം. ഞാൻ ഒരു കണ്ടൻറ് ക്രിയേറ്റർ ആവണം എന്ന് ആഗ്രഹിച്ചതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് നമ്മുടെ PUBG മൊബൈൽ ഗ്ലോബലായിരുന്ന ടൈമിൽ പണ്ട് തൊട്ട് ഞാൻ ഒരുപാട് വീഡിയോസ്, അതായത് ടിപ്സ് ആൻഡ് ട്രിക്സ് ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് വീഡിയോസ് കാണുമായിരുന്നു. അപ്പം അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മലയാള യൂട്യൂബറായിരുന്നു നമ്മുടെ മലയാളം ടെക്കീസ് എന്ന് പറയുന്നത്. പണ്ടുള്ള OG പ്ലേയേഴ്സിനൊക്കെ അറിയാം. പുള്ളി ഇപ്പോഴാണ് വേളറിൻ്റെ അങ്ങനത്തെ വേറെ ഗെയിംസൊക്കെയാണ് പുള്ളി കണ്ടൻറ്റായിട്ട് ചെയ്യുന്നത്. പക്ഷേ അന്ന് പുള്ളിയുടെ മെയിൻ ഐറ്റം എന്ന് പറയുന്നത് നമ്മുടെ PUBG മൊബൈലിലെ ടിപ്സ് ആൻഡ് ട്രിക്സ് ആയിരുന്നു. ആക്ച്വലി അതൊക്കെ കണ്ടിട്ട് നമ്മൾ ട്രൈ ചെയ്യുമ്പോൾ ഒരു അടിപൊളി ഫീലാണ്. അപ്പോൾ ആക്ച്വലി എനിക്ക് ഈ ഒരു പുള്ളിയാണ് ഇൻസ്പയർ ആയത്. ഞാൻ ടിപ്സ് ആൻഡ് ട്രിക്സ് എന്ന് പറയുന്ന പാത്ത് നേരത്തെ സെലക്ട് ചെയ്തതാണ്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ചാനലൊക്കെ തുടങ്ങിയതാണ്, മുന്നോട്ട് പോയതാണ്. പക്ഷേ എൻ്റെ കയ്യിൽ അത്ര നല്ല ഡിവൈസ് അല്ലാത്തത് കൊണ്ടും പിന്നെ എൻ്റെ കുറച്ച് സാഹചര്യങ്ങൾ കൊണ്ടും ഇത്തിരി നിർത്തേണ്ടി വന്നു. അങ്ങനെ എനിക്ക് ആദ്യമേ ഞാൻ എൻ്റെ ഡ്രീം ഒരിക്കൽ ഡ്രോപ്പ് ചെയ്തതാണ്. പിന്നെ കാലങ്ങൾക്ക് ശേഷം ഞാൻ നല്ലൊരു ഡിവൈസ് എടുത്തതിന് ശേഷമാണ് എൻ്റെ ഈ ഒരു സ്വപ്നം വീണ്ടും പൊടി തട്ടിയെടുത്തത്. അപ്പോഴൊന്നും എനിക്ക് ഒരു ഉറപ്പുമില്ല എന്നെ സപ്പോർട്ട് ചെയ്യാൻ ആൾക്കാർ കാണും. ഇത്രയും വലിയ ഇൻഫ്ലുവൻസേഴ്സും കണ്ടൻറ് ക്രിയേറ്റേഴ്സിന് ഇടയിൽ എന്നെപ്പോലെ ഒരു കൊച്ച് കണ്ടൻറ് ക്രിയേറ്ററിനെ പിടിച്ചിരിക്കാൻ പറ്റുമോ, കയറി വരാൻ പറ്റുമോ? ആക്ച്വലി ഒരുപാട് ചോദ്യങ്ങൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷേ അതിനെല്ലാത്തിനും സൊല്യൂഷനായിട്ട് എന്നെ ഒരാൾ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതേപോലെ നിങ്ങളുടെ ലൈഫിൽ ഹെൽപ്പ് ചെയ്യാൻ ആരെങ്കിലും ഒരാൾ കാണും. അത് സമയമാകുമ്പോൾ ആരായാലും വരും. ഇപ്പോഴത്തെ നമ്മുടെ ടോപ്പിക്കിലോട്ട് വരാം. നിങ്ങൾക്കൊരു കണ്ടൻറ് ക്രിയേറ്റർ ആവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് കൺസിസ്റ്റൻസി വേണം. അതായത് നിങ്ങൾ ഏത് തരം കണ്ടൻറ്റാണ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നത് അത് എത്രത്തോളം ആത്മാർത്ഥമായിട്ട് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം നിങ്ങളുടെ ഫോളോവേഴ്സിന് വേണ്ടി, അതായത് നിങ്ങളുടെ ഓഡിയൻസിനെ നിങ്ങൾക്ക് തൃപ്തിപ്പെടുത്താൻ പറ്റുക, അതാണ് നിങ്ങളുടെ വിജയം എന്ന് പറയുന്നത്. അതുകൊണ്ട് ന്യൂ ആയിട്ട് കണ്ടൻറ് ക്രിയേറ്റ് ചെയ്യാൻ നോക്കുന്ന ഫ്രഷേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഹേറ്റേഴ്സിനെ നെഗറ്റീവ് എല്ലാം ഒരു സൈഡിൽ നിന്ന് മാറ്റി വെച്ചതിന് ശേഷം നിങ്ങൾ ഏത് സാഹചര്യത്തിലാണോ ആ സാഹചര്യത്തിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് ആഗ്രഹിക്കണോ അത് ചെയ്യാൻ വേണ്ടി നോക്കുക. ഓക്കെ, ഇതിനിടയിൽ ഒരുപാട് കോമ്പറ്റീഷൻസ് ഉണ്ട്. പക്ഷേ കോമ്പറ്റീഷൻസ് എല്ലാം നിങ്ങൾ തന്നെ ഫേസ് ചെയ്യണം. പിന്നെ നിങ്ങളോട് എനിക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരിക്കലും പിന്നിലേക്ക് തിരിഞ്ഞ് ഓടരുത്. നിങ്ങളെക്കൊണ്ട് ഒരു കാര്യം പറ്റൂല എന്നാണ് നിങ്ങൾ വിശ്വസിക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങളെക്കൊണ്ട് പറ്റത്തില്ല. മറിച്ച് നിങ്ങളെ കൊണ്ട് പറ്റുമെന്ന് നിങ്ങൾക്ക് ഉറച്ച വിശ്വാസം ഉണ്ടെങ്കിൽ അതിനോ ഗൈസ് യു ക്യാൻ. ആക്ച്വലി ഇപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് കുറേ പേര് ഇൻസ്റ്റയിൽ DM അയച്ചിട്ട് ബ്രോ പുതുതായിട്ട് കണ്ടൻറ് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ട്, അപ്പോൾ അതിന് വേണ്ടി